ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മൾ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല, നമ്മൾ ചെയ്ത് നോക്കാം. ഇന്ന് നമുക്കൊരു ചെറിയ നിക്കാഹ് ഉണ്ട് നമ്മളെ കൂട്ടുകാരൻ്റെ ഏട്ടൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ? പോയോക്കാം. അറി ഉറക്ക പറ. പോയി നോക്കാം. വേഗം വരണോ നേരത്തും കാലത്തും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാണിച്ചു കൊടുക്കും. പിന്നെ അതിൻ്റെ ലോറിയാണത്. അത് കാണിച്ചു, ലോറി കാണിച്ചു കൊടുക്കും. പോണതാ അസ്തറ്റിക് ആക്കിടാൻ വേണ്ട. ഞാൻ്റെ പരിപാടിയല്ലോ ഫുഡ് കാരമൊക്കെ അല്ല ഒക്കെ അറിയണല്ലേ. ഒക്കെ അറിയാം. ഞാൻ ചോദിച്ചറിയണ്ടോ? അമ്മ എപ്പോഴും കിട്ടും ഈ വണ്ടിയെ പോലെ നമ്മള് ഒന്നും പറയാനല്ല, പോവാ. പോണവരൊക്കെ പോട്ടെ. പിരിയുന്ന കൂട്ടുകാർ പിരിയാത്തതെന്തോ. ഇപ്പൊ സുഹൃത്തുക്കളെ, അവിടെ നമുക്ക് തോണി ഉണ്ടാക്കണേ കാണാം. കാണിച്ചു കൊടുക്കും. അതുപോലെ കട്ടേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് തോണി ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ മുറിഞ്ഞിമാടക്കാണ് വന്ന്. കാണിച്ചു കൊടുക്കും. മുറിഞ്ഞിമാടൊന്ന് കണ്ടാക്കാം നമുക്ക്. അപ്പം നമുക്ക് ഈ സ്ഥലത്തെ കുറിച്ച് സിയാദിനോട് 2 വാക്ക് ചോദിക്കാം. പറയും, എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം? നല്ല ഹരിതാപകരമായ പച്ചപ്പും. ഉറക്കെ പറയും, ഇത് കേൾക്കണം. നല്ല പച്ചപ്പും ഹരിതാപവും നല്ല ആടുകളും കൊക്കുകളും പശുക്കളും ആസ്വദിക്കാൻ. എന്താ ആസ്വാദനം? അതൊക്കെ കാണുമ്പോഴാണ് സഹിക്കാൻ കഴിയും. കുറച്ച് വെയിലുണ്ടോന്നുണ്ട് അല്ലേ? കുറച്ച് വെയിലുണ്ടോന്നുണ്ട്. സഹിക്കാൻ വയ്യ. അയ്യോ, ബ്രൈറ്റ് ടു ബി ഒക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കരുത്, അങ്ങനത്തെ നോക്കരുത്. അല്ലടോ, വെയിലാണല്ലോടോ. വെള്ളം കയറിയില്ല ഇവിടെ. കേറിയെന്ന് തോന്നിട്ട് ഇറങ്ങിയതാ. അതൊക്കെ എന്തറിഞ്ഞവിടെ ദജ്ജാലോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതിൽ ദജ്ജാലില്ലെന്നൊക്കെയാണ് ലബി പറഞ്ഞ്. അടുത്ത് അതില് ചെലുത്താൻ ലാസ്റ്റ് ചിലപ്പോ നേരത്തെ ഇറങ്ങിയ പണ്ഡിതനാ. ബ്ലോഗർ മിന്നാജ്. ഇനി മുതൽ ബ്ലോഗർ മിന്നാജ്. പൈസ തരണം. പൈസ ഫണ്ട് വരണം, ഡോളർ വരണം. ഓട്ടോറിക്ഷ കിട്ടിയല്ലോ. ഇന്നെടുക്കല്ലോ എനിക്ക് മടിയാ. ലബി വേട്ടാ പോണ ലബി. നമ്മളിന്ന് പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത്. അല്ലാത്തൊരു പ്രകൃതി രമണയാണ്. ലബീബിനൊക്കെ ഒരു പെണ്ണിട്ടിട്ട് വേണം ബ്രൈഡ് ഈ ബ്രൈഡ് അല്ലേ ഗ്രൂം ടു ബിക്ക് വരാൻ. ഇവിടെ വരാൻ അന്നൊക്കെ അപ്പൊ ഈ സ്ഥലമൊക്കെ വെള്ളം വന്ന് മുങ്ങിപ്പോവും. നമ്മക്ക് അങ്ങനെ പരിപാടി കൂടാൻ എനിക്ക് തോന്നില്ല. എന്റെ ഇപ്പൊ എടുത്താ കേട്ടോ. കണ്ടതോ? അതൊക്കെ വീഡിയോ എടുക്കണ്ടോ? അതൊക്കെ ആൾക്കാർ കാണട്ടോ. കട്ടാക്കൂല ഫുള്ള്. ഇവിടെ നല്ല ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ പ്രമോഷനാ മുറിഞ്ഞിമാടിന്റെ? പ്രമോഷൻ ആട്ടെ, ആൾക്കാർ വരട്ടെ. ലൊക്കേഷൻ ലാസ്റ്റ് പറഞ്ഞു തരുമോ? നമ്മ തോണി ഫോട്ടോ എടുക്കണം. തോണി ഇരിക്കണ്ട, അത് പ്രശ്നമാവും. ഇറങ്ങാൻ പറ്റൂല. ഇത് മറ്റേ മത്സരത്തിനുള്ള തോണിയാ? സുഹൃത്തുക്കളെ, അത് കാണിച്ചു കൊടുക്ക്. അത് കണ്ടിട്ട് ഇന്ദിശാമ തിരമാല എന്നാ പറഞ്ഞ് ഓനെ കാണിച്ചു കൊടുക്കും. തിരമാല ഇങ്ങോട്ട് വാ. വലിയ തിരമാലല്ലേ? വെൽഡ് ചെയ്യണോ തോണി? തോണി വെൽഡ് ചെയ്യണതോ? ഇരുമ്പിന് തോണിയോ? തോണി ഇരുമ്പോ? അല്ലട, മരത്തിനോണ്ടല്ല ഉണ്ടാക്കൽ തോണി. സുഹൃത്തുക്കളെ, നിങ്ങൾ കമൻറ്റ് ചെയ്യ്. മരത്തിനോണ്ടാണോ ഇരുമ്പിനെ കൊണ്ടാണോ തോണി ഉണ്ടാക്കലെന്ന് നിങ്ങൾ പറയും. കമൻറ്റ് ചെയ്യ്.
ആഹാ. ഇവിടെ പരിപാടി ഉണ്ടോ വൈകുന്നേരം കാട്ടോക്ക് സാധനമൊക്കെ ഇവിടെ ഉച്ചക്കാരൻ ഉണ്ടാവില്ല. ഓഹോ ഓഹോ ഓലേട്ടാ മണ്ടണേ. ആടെ പോയി ഇരിക്ക കുറച്ച്. വെള്ളത്തിലൊന്നും കാലുണ്ടായോ ആടാട്ടെ സംഭവങ്ങളില് ആടാ ഇവിടെ എന്നിട്ട് ആടല്ല ആട്ടും വലിയ വലിയടത്തും എന്തോ ഉണ്ട് അവിടെ ഇവിടെ നിറച്ച് നമ്മളെ പോത്ത് ബിസിനസ് ഇവിടെ തുടങ്ങിയിട്ട് എന്നാല് ഇഷ്ടം പോലെ പുല്ലുണ്ട്. പോത്ത് ബിസിനസ് തുടങ്ങാൻ പറ്റിയ സ്ഥലം. ഇവിടെ 4 പോത്തിനെ ഇവിടെ കിട്ടിയേ നല്ല ലാഭം ഉണ്ടോ. ഓരെ മാത്രം ആക്കണ്ട കേക്കൂല്ല ഈ പറഞ്ഞൊന്നും. മയമണല്ലേ മയമമ്മ പോരെ മാറ്റാ. അത് ക്യാമറമാനെ കാട്ടാറ്റൂല. അതാണ് ക്യാമറമാൻ ഫായിസ്. ആരെയും വിടൂല. അത് കിട്ടൂല. മൈക്ക് ഇവിടെ ഉള്ള അവിടെ പറഞ്ഞൊന്നും കേൾക്കൂല. കട്ടേ വെറുതെ എടുക്കണ്ട ഒന്നുമില്ല. പോക്കണ്ട. അവനറിയാം. അപ്പൊ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സിയാദിനാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ആ തിരിഞ്ഞ് നിൽക്കാം. ഇനി ഡബ് ചെയ്യാം. അങ്ങോട്ട് നിൽക്കാം. ഓ ഞാൻ തന്നെ അപ്പൊ സുഹൃത്തുക്കളെ 2010-11 മോഡൽ പോത്തുകളാണ് നമ്മളെ അടുത്ത് കൊടുക്കാറുള്ളത്. ഏകദേശം എത്ര പീസ് ഉണ്ട്? 13. അൻ്റെതല്ല ചോദിച്ചേ പോത്തിന്റെ. എത്ര പീസ് ഉണ്ട്? എത്ര പീസ് ഉണ്ട്? ഒരു 10-12 പീസ് നമ്മളെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യക്കാരൻ്റെ പറയാ കമന്റ് ഇട്ടായി. കിട്ടിയിട്ടില്ലല്ലേ ഫുൾ. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ആ മറ്റേ അസ്തറ്റിക് ഫോൺ പിടിച്ചിട്ട് എന്നിട്ട് ഇവിടുന്ന് സിയാദ് എടുക്കൂ. എന്തൊക്കെ തരം പോസ് കിങ്സ് ആണ് ഇവരൊക്കെ. ലവി ഇങ്ങനെ അറിയില്ല. ലവി ഇങ്ങനെ സിയാദ് അപ്പുറത്ത് എടുക്കണമെന്നില്ല. ആരും എടുക്കല് എടാ അങ്ങനെ അല്ലല്ലോ എടുക്കല്. സിയാദിനാന്ന് അറിയോ? സിയാദൊക്കെ തന്ത വൈബാ. ആരും അറിയാതെ ആരും കേൾക്കാതെ എന്നിലാ പുഞ്ചിരി. അപ്പൊ നമ്മളിവിടെ ഫുള്ള് കണ്ടു. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. പൊരിഞ്ഞ വെയിൽ ഇല്ല സിയാദെ, പൊരിഞ്ഞ വെയിൽ. അപ്പൊ ഇനി നമുക്ക് വീട്ടിലല്ല നമ്മളടുത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ബീച്ചിൽ പോവാ അല്ലേ? ബീച്ചിൽ പോവല്ലേ? ബീച്ചിൽ പോവാ. ബീച്ചിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നമ്മളെ ബീച്ചിലെ പോക്ക് ക്യാൻസൽ ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മളൊന്ന് ഈ ഒരു എളിയ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.